വാക്ക് നിക്കണ വാക്കല്ല ഇരിക്കുമ്പോൾ വാക്ക് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം കുട്ടനാട് MLA പറയാണ് ഒരു അവധി കിട്ടുമെന്ന്. അവധി കിട്ടുന്ന കാര്യം ചോദിച്ചാൽ മറുപടി പരിശോധിച്ചിട്ട് പറയാം. പറഞ്ഞിട്ട് ഇരിക്കണതിനിടയിൽ ഇപ്പുറത്ത് നോക്കിയിട്ട് പറയാണ് ഒരു കാരണവശാലും അവധി കൊടുക്കില്ല. ആ ചോദിച്ചാളോടുള്ള അവഹേളനമല്ല, നിയമസഭയോടുള്ള അപമാനമാണ്. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത് എന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC വലിച്ചു കീറിയിട്ട് അറബിക്കടലിലിടുന്നു. ഈ പറഞ്ഞ ആളിപ്പോ മോഡിയുടെ പടം നെഞ്ചത്ത് ചേർത്ത് വെച്ചിട്ട് എല്ലാ വീട്ടിലും പതിപ്പിക്കാൻ നടക്കാണ്. കണ്ടില്ല? ഇന്നത്തെ കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പറഞ്ഞു 30 സീറ്റ് കിട്ടിയ ഞങ്ങൾ ഭരിക്കുന്നു. എന്തിനാ 33 കിട്ടിയിട്ട് അതിനേക്കാളും BJP ഭരണമല്ലേ ഇപ്പൊ കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിൽ ലീഗുമായി ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഒരു 2 മാസം മുമ്പുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയുണ്ടായി. 1957 ഏപ്രിൽ 5-നാണ് കേരളം ഇന്ത്യക്കും ലോകത്തിനും പുതിയ അനുഭവത്തെ പ്രദാനം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ EMS നയിക്കുന്ന ഒരു സർക്കാരിനെ അധികാരത്തിലെത്തിയത്. ആ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ വലതുപക്ഷ ശക്തികളും യോജിച്ചു. കഷ്ടി 2 വർഷം മാത്രമേ ആ സർക്കാരിന് അധികാരത്തിലിരിക്കാൻ കഴിഞ്ഞുള്ളൂ. 1959 കുപ്രസിദ്ധമായ വിമോചന സമരത്തിന്റെ തുടർച്ചയിൽ ഇന്ത്യൻ ഭരണഘടനയെ കുരുതി കൊടുത്തുകൊണ്ട് ജനാധിപത്യത്തെ കുരുതി കൊടുത്ത് കേന്ദ്രം കേരളത്തിലെ ആ ഗവൺമെന്റ് പിരിച്ചുവിട്ടു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വരുന്നത് 67-ലാണ്. 67 അതും കഷ്ടി 2 വർഷം. 69 കാലാവധി പൂർത്തീകരിച്ചു. 69 കഴിഞ്ഞ് പിന്നെ അടിയന്തരാവസ്ഥയെ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസിന്റെ അധികാര കുത്തക തകർന്നു. അതിനു മുൻപ് 67 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങൾക്കകത്തൊക്കെ കോൺഗ്രസിന് തിരിച്ചടിയെങ്കിലും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിന്റെ അധികാരത്തിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കിയത്. എന്നാൽ രാജ്യം കോൺഗ്രസിന് എതിരായ ശക്തമായ വിധി എഴുതിയപ്പോ കേരളം കോൺഗ്രസിനൊപ്പമാണ് നിന്നത്. അന്നാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ലഭിച്ചത്. 17 സീറ്റേ കിട്ടിയുള്ളൂ. അന്നത്തെ മുന്നണിക്ക് 29 സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റ് മുന്നണിക്കും CPIM-നും ലഭിച്ച തെരഞ്ഞെടുപ്പായിരുന്നു 1977 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പോടുകൂടി ഇനി എല്ലാം അവസാനിച്ചു എന്ന പ്രചാരവേലകൾ ശക്തമായി. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടം രാജ്യത്ത് കോൺഗ്രസ് വിരുദ്ധ തരംഗം ശക്തമായിരുന്നു. രാജ്യത്ത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വികാരം ശക്തമായിരുന്നു. അത്തരത്തിലേറെ അനുകൂലമായ സാഹചര്യം നിലനിന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായ കനത്ത തിരിച്ചടി ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാനിടയില്ല എന്ന പ്രചാരവേലകൾ കാക്കം കൂട്ടി. എന്നാൽ 1980 കേരളത്തിൽ വലതുപക്ഷത്തിനകത്തുള്ള ഭിന്നിപ്പുകളെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ മുന്നണിക്ക് രൂപം നൽകി. ആ രാഷ്ട്രീയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 1980 ഇടതുപക്ഷ ജനാധിപത്യം എന്ന് രൂപം കൊണ്ടു. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 77 കനത്ത തിരിച്ചടിയെ പഴങ്കഥയാക്കി മാറ്റിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു. 2 വർഷമേ ആ ഗവൺമെന്റ് നീണ്ടു നിന്നുള്ളൂ. 2 വർഷമേ നീണ്ടു നിന്നുള്ളൂവെങ്കിലും 77 കനത്ത തിരിച്ചടിയെ മറികടന്ന് ആത്മവിശ്വാസം പകരാൻ ആ മുന്നണിയുടെ രൂപീകരണവും വലതുപക്ഷത്തിനകത്തുള്ള ഭിന്നിപ്പുകളുടെ സമർത്ഥമായ വിനിയോഗവും സഹായിച്ചു എന്നതാണ് ചരിത്രത്തിന്റെ ഭാഗം. 82 കഴിഞ്ഞ് പിന്നെ 87-ലാണ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നത്. കാലാവധി പൂർത്തീകരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും 2 തെരഞ്ഞെടുപ്പുകളൊക്കെ ഒന്നിച്ച് മടന്ന് ചെലവൊക്കെ കുറച്ച് കളയാം എന്ന ധാരണയിൽ 91 രാജിവെച്ച് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതായി ആ ഘട്ടത്തിന്റെ സാഹചര്യമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള സാഹചര്യം എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിന് മുൻപ് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം, രാഷ്ട്രീയത്തിനകത്ത് വന്ന മാറ്റങ്ങൾ, അതിന്റെ തുടർച്ചയിൽ UDF വീണ്ടും കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത് 96-ലാണ്. 96 2001-ലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നയിക്കുന്ന ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാലാവധി പൂർത്തീകരിക്കുന്നത് 1957 മുതൽ 2001 വരെയുള്ള കാലയളവിലെ വിവിധ സർക്കാരുകൾ നോക്കുകയാണെങ്കിൽ ഒരു സർക്കാരിനും കാലാവധി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 96-2001 കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാലാവധി പൂർത്തീകരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടു. എങ്ങനെയാണോ 59-ൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കാൻ വലതുപക്ഷ ജാതിമത സാമുദായിക സാമ്പത്തിക ശക്തികൾ ഒന്നു ചേർന്ന് രംഗത്തിറങ്ങിയത്, അതിനേക്കാളും തീവ്രതയോടുകൂടി കാലാവധി പൂർത്തീകരിച്ച ആദ്യത്തെ സർക്കാർ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ രംഗത്തിറങ്ങി എന്നത് ചരിത്രത്തിന്റെ ഭാഗം. 2001 തെരഞ്ഞെടുപ്പ് വലിയ ജനകീയ നടപടികൾക്ക് ശേഷം ജനങ്ങൾ അഭിമുഖീകരിച്ച തെരഞ്ഞെടുപ്പാണ്. ലോകത്തിന് പുതിയ അധികാര വികേന്ദ്രീകരണത്തിന്റെ മാതൃക നൽകിയ ജനകീയ ആസൂത്രണം, സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്തിയ ഒത്തിരിയേറെ ബദൽ പരിപാടികളുടെ പ്രയോഗം, അതിനുശേഷം ജനങ്ങൾ അഭിമുഖീകരിച്ചപ്പോ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണു. 40 സീറ്റാണ് 2001 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. 2026 ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒഴിവാക്കി കഴിഞ്ഞാൽ മുന്നണിക്ക് കിട്ടിയ ഏറ്റവും കുറഞ്ഞ സീറ്റാണ് 2001. 2001 കാലാവധി പൂർത്തീകരിച്ചതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഏകോപിതമായി. അതോടുകൂടി ഇനിയൊരു തിരിച്ചൊരു അത്ര എളുപ്പമല്ല എന്ന ചിന്ത ശക്തമായി. പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളോട് ചേർന്ന് മിന്നുമടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയിൽ 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു. ഈ 2026 തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത, ചരിത്രത്തിൽ ആദ്യമായി 10 വർഷം തുടർച്ചയുടെ ഭരണത്തിന് ശേഷം ജനങ്ങളെ അഭിമുഖീകരിച്ച തെരഞ്ഞെടുപ്പാണ്. ഈ തുടർച്ച വീണ്ടും തുടരാൻ അത് ഈ സംസ്ഥാനത്തിന്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കുമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി എല്ലാ വലതുപക്ഷ ശക്തികളും ഏകോപിതമായി. എന്നാൽ അവർ ഏകോപിതമാകുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് എന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ 2021 ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാഘട്ടം മുതൽ ഇനിയൊരു തുടർച്ചയുണ്ടാകരുത് എന്ന കാഴ്ചപ്പാടോടെ ആസൂത്രിതമായ പ്രവർത്തനം ആരംഭിച്ചു. അന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞങ്ങളെല്ലാവരും മന്ത്രിമാരുമായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന കോൺഗ്രസിന്റെ UDFന്റെ ഒരു പ്രതിനിധി പോലും ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല. അതിനുശേഷം ആ ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഒന്നിന്റെയും ഭാഗമാകാൻ അവർ തയ്യാറായില്ല. തുടർച്ചയായ നുണപ്രചാര വേലകൾ വലതുപക്ഷ ശക്തികൾ, ദൃശ്യമാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പ്രചാരവേലകൾ, ആ പ്രചാരവേലകൾ കേന്ദ്രീകരിച്ചത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യതയെ തകർക്കണം. അതിനുവേണ്ടി നുണകളുടെ പെരുമഴക്കാലം സൃഷ്ടിച്ചു. ഇപ്പോ ഒരു മാസം തികയുമ്പോഴേക്കും ആ മഴ നനഞ്ഞ് കുളിരനുഭവിച്ച ആളുകൾ പറയുന്നുണ്ട്, അബദ്ധമായി പോയല്ലോ. ഒരു മാസത്തിനുള്ളിൽ ഇത്രയും അധികം മലക്കം മറിഞ്ഞൊരു സർക്കാരുണ്ടോ? നിങ്ങൾ നോക്കൂ, ഈ ഒരു മാസം കഴിഞ്ഞു. ഇത്രയും കാലം നടത്തിയ ഈ മലക്കം മറച്ചൽ വിശദീകരിക്കാൻ ഒരു ദിവസം വേണ്ടി വരും. സാധാരണ നമ്മൾ ഹണിമൂൺ പീരീഡ് കൊടുക്കും. ഗവൺമെന്റ് അല്ലേ, ഒമ്പതല്ലേ, എന്തായാലും നമ്മൾ പ്രതിപക്ഷത്തിരിക്കാനാണ് ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നത്. അത് വിനയപൂർവ്വം സ്വീകരിക്കുക. വിനയപൂർവ്വം സ്വീകരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയുണ്ടായ എന്തെങ്കിലും കുറവുകൾ, കുഴപ്പങ്ങൾ ഭരണത്തിലോ പാർട്ടി പ്രവർത്തനത്തിലോ പെരുമാറ്റത്തിലോ രീതികളിലോ ഉണ്ടോ എന്നൊക്കെ വിശദമായി പരിശോധിക്കുക. ജനങ്ങളെ കേൾക്കുക, പാർട്ടിയാകെ കേൾക്കുക, കുറവുകൾ മനസ്സിലാക്കുക, തിരുത്തുക, മാറ്റം വരുത്തുക, ജനവിശ്വാസം വീണ്ടെടുക്കാൻ ആ പ്രവർത്തനം പുതിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് നമ്മളെല്ലാം കണക്കാക്കിയിരുന്നത്. അപ്പൊ അതൊക്കെ സമയം കിട്ടും. അപ്പോഴേക്കും ഇവരുടെ ഹണിമൂൺ കഴിയട്ടെ, ആളുകളൊക്കെ നോക്കി കാര്യങ്ങൾ പോകട്ടെ. നമുക്ക് പതുക്കെ കളത്തിലിറങ്ങിയാൽ മതി. ശാന്തമായി നമ്മളൊന്ന് ശരിയാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പുതിയ കാലത്തിന്റെ രൂപം ഇലക്ഷന്റെ കമ്മിറ്റി കൂടാൻ പോവാണ്. പുതിയ കാലത്ത് ഈ രൂപം തന്നെ വേണോ? നമ്മളാണെങ്കിൽ സാമൂഹ്യ മാധ്യമം, മറ്റ് പ്രചരണ രീതികൾ പലതിലും പല കുറവുകളുണ്ട്, സംഘടനാപരമായ ചില ദൗർബല്യങ്ങളുണ്ട്. അതെല്ലാം പരിഹരിക്കണം. ഇത് കുറച്ച് സമയമൊക്കെ എടുക്കാമെന്ന് കരുതിയെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ദേ വരണു വന്ദേ മാതരം. വന്ദേ മാതരം 2 സ്റ്റാൻസ് പാടാൻ പാടുള്ളൂ.
അതും ഭരണഘടനയുടെ ഭാഗമല്ല, പ്രമേയത്തിനകത്തേ ഉള്ളൂ. ദേശീയ ഗാനം പാടുമ്പോൾ പോലും ഒന്നിച്ച് പാടിയില്ലെങ്കിൽ കുറ്റകരമാണോ? ഈ ചോദ്യം സുപ്രീം കോടതി പരിശോധിക്കുകയുണ്ടായി. കേരളത്തിനകത്ത് യഹോവ സാക്ഷികളിൽ പെട്ട കുട്ടികൾ അസംബ്ലിയിൽ ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അവർ പാടില്ല, അത് കേസായി. ഇപ്പൊ പാടേണ്ടതുണ്ട്, ഭരണഘടനാപര ഉത്തരവാദിത്വമാണ്. ദേശീയ ഗാനത്തെ, ദേശീയ പതാക ആദരിക്കണം, അതിനകത്ത് ഇതാണ് നിലപാട്. ഈ കേസ് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം പറഞ്ഞു, നിങ്ങളുടെ മതവിശ്വാസത്തിന് ഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആലപിക്കേണ്ടതില്ല. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു, നിങ്ങൾ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്നു, അത്രയും ശരി. നിങ്ങൾ പാടുന്നില്ല, കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശമാണ്. അങ്ങനെ മൗലികാവകാശമായതുകൊണ്ട് നിങ്ങളെ ദേശീയ ഗാനം ആലപിക്കണമെന്ന് നിർബന്ധിക്കാൻ കഴിയില്ല സുപ്രീം കോടതി. അത് ദേശീയ ഗാനത്തെ കുറിച്ചാണ്. വന്ദേ മാതരം ദേശീയ ഗീതമാണ്, ഭരണഘടനയുടെ ഭാഗമല്ല. അത് പ്രമേയത്തിൽ അംഗീകരിച്ചതാണ്. അതും ആദ്യത്തെ 2 സ്റ്റാൻസുകൾ. ബാക്കി ദേവീസ്തുതിയാണ്, മതപരമായ കാര്യങ്ങളാണ്. BJP 3-2 ഭൂരിപക്ഷം ബംഗാളിൽ കിട്ടി. ആ ആഘോഷം നിൽക്കുമ്പോഴും അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ മുഴുവൻ പാടാത്ത വന്ദേ മാതരം ഇവിടെ പൂർണ്ണമായിട്ട് ആലപിക്കുകയാണ്. അതിനെതിരെ ഇടതുപക്ഷം പ്രസ്ഥാനം, പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്നതുവരെ കമാ എന്നൊരു അക്ഷരം മിണ്ടിയില്ല. വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞപ്പോ അത് മനസ്സിലായില്ല നിങ്ങൾ പാടുമെന്നുള്ളത്. ഇത് നേരത്തെ ചർച്ച ചെയ്ത് ഓരോന്നും പോയിന്റ് മിനിറ്റ് തീരുമാനിച്ചിട്ടല്ലേ ഈ ഔദ്യോഗികമായി ചടങ്ങുകൾ തയ്യാറാക്കുന്നത്. അത് കഴിഞ്ഞ് കേറി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വർണം കട്ടത് ആരാണ് എന്ന് ചോദിച്ച് കയറിയപ്പോ ആ സ്വർണം ഉരുക്കിയത്, കൊണ്ടുപോയത് ആ കമ്പനിക്ക് വേണ്ടി വാദിച്ച വക്കീലിനെ തന്നെ ഗവൺമെന്റിന്റെ ദേവസ്വത്തിന്റെ വക്കീലായിട്ട് വെച്ചു. ദേവസ്വം ചെറിയ കാര്യമാണോ? കഴിഞ്ഞ 10 വർഷം ദേവസ്വത്തിന് ഗവൺമെന്റിന് വക്കീലില്ല. ദേവസ്വത്തിന് പ്രത്യേക വക്കീൽ ദേവസ്വം വയ്ക്കുന്നതാണ്. ഗവൺമെന്റിന്റെ നിലപാട് പറയേണ്ടി വന്നാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ, അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മിടുക്കരായ അഭിഭാഷകർ ഗവൺമെന്റിന് വേണ്ടി നിലപാട് പറയേണ്ട സന്ദർഭത്തിൽ ഹൈക്കോടതിയിൽ ഹാജരാകും. ഇല്ലാത്തൊരു പോസ്റ്റിനകത്ത് അതിവേഗതയിൽ പ്രതിഭാഗത്തിന്റെ വക്കീലിനെ നിയമിച്ചയാൾ ചാർജ് എടുത്തു, ഫയലുകളെല്ലാം നോക്കാനുള്ള അവകാശം ഉറപ്പിച്ചു. വിവാദം വന്നു, വിവാദമായി ചർച്ചകൾ വന്നു. അപ്പൊ നേരെ രാജി എഴുതി വാങ്ങി. അപ്പോ പത്രങ്ങളുടെ എഴുത്താണല്ലോ മാധ്യമങ്ങളും. നല്ല കാര്യം, തെറ്റ് കണ്ടപ്പോ തന്നെ തിരുത്തി. പിണറായി ആണെങ്കിൽ തിരുത്തുമായിരുന്നു. ഇത് നോക്കൂ എത്ര മനോഹരമായി തിരുത്തിയിരിക്കുന്നു. അപ്പൊ ആളിനും വിചാരിച്ച് തിരുത്തിയില്ലോ. എന്താ കാര്യം? മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഈ ചോദ്യം വന്നപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ്, പല പേരുകൾ കിട്ടി, മന്ത്രിമാരെല്ലാം ശുപാർശ ചെയ്തു. ഈ ശുപാർശ ചെയ്യപ്പെട്ട വക്കീലന്മാർ, അഭിഭാഷകർ ഏതൊക്കെ കക്ഷികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായിട്ടുണ്ട് എന്ന് എങ്ങനെ എനിക്കറിയാം? പോലും കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും തൃപ്തിയായി. മന്ത്രിമാർക്ക്, അഭിഭാഷകരെ, ഗവൺമെന്റ് അഭിഭാഷകരുടെ പേര് ശുപാർശ ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും നിയമം അധികാരം നൽകുന്നുണ്ടോ? മന്ത്രിമാർക്ക്, ഗവൺമെന്റ് അഭിഭാഷകരുടെ പേര് ശുപാർശ ചെയ്യാൻ കേരളത്തിനകത്ത് ഏതെങ്കിലും ചട്ടം അധികാരം നൽകുന്നുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ഒഴികെയുള്ള എല്ലാ അഭിഭാഷകരെയും നിയമിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ ലോ ഓഫീസേഴ്സിന്റെ ചട്ടപ്രകാരമാണ്. ആ ചട്ടമനുസരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിന് മാത്രമാണ് ശുപാർശ നൽകാൻ അധികാരമുള്ളത്. ആ ശുപാർശ ഒരു അഭിഭാഷകനെ നിയമിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 പേരുടെ പാനൽ നൽകണം. ആ പാനലിൽ നിന്ന് ഇയാളായിരിക്കും കുറെ കൂടി നല്ലത് എന്നുകൂടി മിക്കവാറും അഡ്വക്കേറ്റ് ജനറൽമാർ അതിനകത്ത് കുറിപ്പെടുത്തും. ആ കുറിപ്പ് ഗവൺമെന്റിന് ചെല്ലും, നിയമവകുപ്പിൽ ചെല്ലും, നിയമമന്ത്രിക്ക് എത്തും. നിയമമന്ത്രി ശുപാർശയോടുകൂടി മുഖ്യമന്ത്രിക്ക് കൊടുക്കും. മുഖ്യമന്ത്രി അത് നോക്കി മന്ത്രിസഭയിൽ വെക്കാൻ അത് അംഗീകാരം നൽകും. അത് മന്ത്രിസഭയുടെ മുൻപിൽ വരും. മന്ത്രിസഭ തീരുമാനമെടുക്കും. ഇതാണ് ചട്ടം. ആ ചട്ടം നിൽക്കുമ്പോ
കതർ കുപ്പായത്തിന്റെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് മന്ത്രിസഭയിൽ ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവന്ന് ദേവസ്വത്തിന് വേണ്ടി പ്രത്യേകം അഭിഭാഷകരെ നിയമിക്കാൻ എന്ത് താല്പര്യമാണ് മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്നത്? ദേവസ്വം മന്ത്രിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ മുഖ്യമന്ത്രി എല്ലാം ഏൽപ്പിച്ചേക്കാണ്. ദേവസ്വത്തിന് പ്രത്യേകം അഭിഭാഷകൻ വേണമെങ്കിൽ പുതുതായി മന്ത്രിസഭ തീരുമാനിക്കണം. അധ്യക്ഷ ജനറൽ ഒരിക്കലും ദേവസ്വത്തിന്റെ കേസ് കൈകാര്യം ചെയ്യാൻ ഒരു അഭിഭാഷകന്റെ പേര് ശുപാർശ ചെയ്യാൻ പറ്റില്ല. കാരണം പോസ്റ്റില്ല. ഈ പേര് എവിടെ നിന്ന് വന്നു? അപ്പൊ എന്തിനാ തുടക്കല്ലേ, ഒരു തെറ്റ് പറ്റി, രാജി എഴുതി വാങ്ങിയല്ലോ. എന്തുകൊണ്ട് രാജി? നിങ്ങൾക്ക് തെറ്റ് പറ്റിയെങ്കിൽ ആ ഉത്തരവ് റദ്ദാക്കിയാൽ മതിയില്ലേ? ഉത്തരവ് റദ്ദാക്കുന്നതിനകത്ത് നിൽക്കാത്തത് നിങ്ങൾ തീരുമാനിച്ചയാൾ അതിവേഗതയിൽ ചുമതലയെടുത്തു. ചുമതല എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഒന്നുകിൽ രാജിവെക്കണം, അല്ലെങ്കിൽ പുറത്താക്കണം. ചുമതല എടുത്തയാൾ തനിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോ രാജി കൊടുത്തു. ഈ ചുമതല എടുത്തയാൾ പ്രതിയുടെ വക്കീലായി ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ ദേവസ്വത്തിന്റെ കൂടി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പ്രതികരണം കേട്ടില്ല നിങ്ങൾ? അത് വളരെ നന്നായിരിക്കും. പ്രതിയുടെ വക്കീലിനോ വാദിയുടെ വക്കീലായാൽ പ്രതിയുടെ ദൗർബല്യങ്ങളും കാര്യങ്ങളും അറിയാലോ. അതുകൊണ്ട് കേസ് നന്നായിരിക്കും. ഏത് താല്പര്യം? കാരണം സോണിയാഗാന്ധിക്കൊപ്പം എല്ലാ പ്രതികളുമുള്ള ചിത്രമാണ്. 3 പ്രധാനപ്പെട്ട പ്രതികളും ഒന്നിച്ചു വന്ന 2 ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ആ 2 ചിത്രങ്ങളെ പൊതുമണ്ഡലത്തിൽ വന്നിട്ടുള്ളൂ. ആ 2 ചിത്രങ്ങളും ജൻപത് തെന്നിനകത്തുള്ളതാണ്. ആ 2 ചിത്രങ്ങളും സോണിയാഗാന്ധിക്കകത്തുള്ളതാണ്. ആ 2 ചിത്രങ്ങൾക്കകത്തുമുള്ള പ്രധാനപ്പെട്ട പ്രതികളുടെ അഭിഭാഷകരെയാണ് അധികാരമേറ്റ് അധികം വൈകുന്നതിന് മുൻപ് എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായി കേരളത്തിന്റെ ഗവൺമെന്റിന്റെ വക്കീലായി നിയമിച്ചത്. അപ്പൊ സ്വർണം കട്ടത് ആരാണ് എന്ന് ജനങ്ങൾ അറിയാതിരിക്കാനുള്ള അമിത തിടുക്കം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ ഹണിമൂൺ പീരീഡ് എങ്ങനെ കൊടുക്കാൻ പറ്റും? പ്രതികരിക്കേണ്ടി വരില്ലേ? ഇപ്പൊ നോക്കൂ, വീര്യം കുറഞ്ഞ വിദേശ മദ്യം, അതിന്റെ നികുതി ഒറ്റയടിക്ക് കുറച്ചു. 251% 120%. 2-3 ദിവസമായിട്ട് മനോരമ എന്തൊരു ഓവർ ടൈം പണിയെടുക്കണമെന്ന് അറിയും. ഇത് LDF-ന്റേതാണ് കുഴപ്പം. മാതൃഭൂമി അതിനേക്കാളും വേഗതയിൽ അവർ പറയുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ചട്ടം കൊണ്ടുവന്നത് LDF ആണ്. അതുകൊണ്ട് LDF-നാണ് ഇതിൽ ഉത്തരവാദിത്വം. വീര്യം കുറഞ്ഞ മദ്യത്തും ചട്ടത്തിനകത്ത് വന്നതാണോ ഇവിടത്തെ വിവാദത്തിന്റെ അടിസ്ഥാനം? വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? വിവാദത്തിന്റെ അടിസ്ഥാനം മദ്യക്കമ്പനിക്ക് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി 251% നിന്ന് ഒറ്റയടിക്ക് 120% കുറച്ചു. അതല്ലേ പ്രശ്നം? ഞങ്ങളുടെ ആ സന്ദർഭത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ചട്ടത്തിനകത്ത് കൊണ്ടുവന്നു. പച്ചക്കറികൾ, പഴങ്ങൾ, അതിൽ നിന്നുള്ള മദ്യം വീര്യം കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകി. അതിന്റെ തുടക്കമായി കേരള കാർഷിക സർവകലാശാല ആദ്യമായി ഉൽപ്പന്നം വിപണിയിലേക്ക് ഇറക്കി. സൊസൈറ്റികൾ ആ രൂപത്തിൽ മുൻപോട്ട് വന്നു. ആ നികുതി നിശ്ചയിക്കുമ്പോൾ അത് വൈനിനുള്ള നികുതിയാണ്, ഇതിനും വേണ്ട നികുതി എന്ന് നിശ്ചയിച്ചു. എന്നാൽ പഴങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യമല്ലാത്തതിന്റെ നികുതിയിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഇവർ 2-3 വർഷത്തോളമായി നിൽക്കല്ലേ. രഹസ്യ രേഖകൾ പുറത്ത്. ഇത് ചട്ടം നിയമസഭയിൽ അവതരിപ്പിച്ച് നിയമസഭയിൽ കൊണ്ടുവന്ന ചട്ടം നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിക്കകത്ത് വെച്ച് ആ സബ്ജക്ട് കമ്മിറ്റി അംഗീകരിച്ച് അത് വീണ്ടും നിയമസഭയിൽ വന്ന് നിയമസഭ അംഗീകരിച്ച് അത് കേരള ഗസറ്റിനകത്ത് പ്രസിദ്ധപ്പെടുത്തിയതാണ്. അല്ലാതെ എം വി ഗോവിന്ദൻ മാഷും എം പി രാജേഷും മന്ത്രിമാർ അവർ രഹസ്യമായി വെച്ചിട്ട് അവതരിപ്പിക്കുകയല്ല, കേരള നിയമസഭ അംഗീകരിച്ചതാണ്. എന്നാൽ ഈ 3.5 വർഷവും ഞങ്ങളുടെ മുൻപിൽ ഈ കടലാസുകൾ ഉണ്ടായിരുന്നല്ലോ. എക്സൈസ് മന്ത്രിയായിരുന്നയാളും ധനകാര്യമന്ത്രിയായിരുന്നയാളും ഒരു കാര്യം കേരളീയ സമൂഹത്തോട് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു: ഞങ്ങളുടെ പുറകെ ഈ കമ്പനി 3.5 വർഷം മണമതാണ്. ഞങ്ങൾ അതിനകത്ത് ഒരു നികുതിയുടെ ഒരു പൈസ പോലും കുറയ്ക്കാൻ തയ്യാറായില്ല. ആ കമ്പനി ഞങ്ങളുടെ പുറകെ നടക്കുന്ന സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നത് എനിക്കറിയാട്ടോ. ഒരു പുതിയ രീതി ഉണ്ടല്ലോ.
അത് കയ്യിൽ വെച്ചാൽ മതി. ഗവൺമെന്റിന് ഖജനാവിലേക്ക് വരേണ്ട പണം ഡിസ്റ്റിലറികളിലേക്ക് എത്തിക്കാനാണ് ഈ നികുതി കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇത് പറഞ്ഞയാൾ വി.ഡി. സതീശൻ, കേരളത്തിന്റെ അന്നത്തെ പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ അപേക്ഷയിൽ തൊട്ടില്ല. ഇത് പറയുമെന്ന് മുമ്പും തൊട്ടില്ല, പറഞ്ഞതിന് ശേഷം തൊട്ടില്ല. ഈ ഗവൺമെന്റ് വന്നു, അതിവേഗതയിൽ ഇങ്ങനെ ഒരു ഫയലുണ്ട് എന്ന് കവടി വെച്ചപ്പോൾ മനസ്സിലായി. അങ്ങനെ ആ ഫയൽ എടുപ്പിച്ചു. അതിവേഗതയിൽ മുഖ്യമന്ത്രി അടുത്തേക്കെത്തി. 24 ദിവസം മുഖ്യമന്ത്രി അതിലിങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അതിവേഗതയിൽ ബജറ്റിന്റെ ഭാഗമായി. എം.പി. രാജേഷ്, ഹുസൈൻ ബോൾട്ട് പോലും ഇത്തരം വേഗതയിൽ ഓടിയിട്ടില്ല എന്നാണ് നമ്മുടെ പഴയ എക്സൈസ് മന്ത്രി പറഞ്ഞത്. പക്ഷെ ഒരു അത്ലറ്റിന് ഇത്ര വേഗത്തിൽ ഓടാൻ പറ്റില്ല. ഇങ്ങനെ ഓടണമെങ്കിൽ ഉത്തേജക ഔഷധം എന്തോ ചെന്നിട്ടുണ്ടാവണം. എന്നാൽ മാത്രമാണ് ഈ വേഗത കിട്ടുള്ളൂ. ഈ ഉത്തേജക ഔഷധം എത്ര കിട്ടി? ഞങ്ങൾ ഒന്നും ചെയ്യാതിരുന്ന ഘട്ടത്തിൽ നിങ്ങൾ നിയമസഭയിൽ ചോദിച്ച് എത്ര കിട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇത്രയും നികുതി കുറച്ചു കൊടുക്കുമ്പോ 600 കോടി രൂപയെങ്കിലും ഏറ്റവും കുറവ് ഖജനാവിന് നഷ്ടം. നിങ്ങൾ അന്ന് പറഞ്ഞു ഈ ഖജനാവിന് കിട്ടേണ്ട പണം ഡിസ്റ്റിലറികൾക്ക് നൽകുന്നു. നിങ്ങൾ അന്ന് പറഞ്ഞതനുസരിച്ച് ഈ 600 കോടി നിങ്ങൾ ഡിസ്റ്റിലറികൾക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് ഉത്തരം പറയണ്ടേ? അതിന് പകരം അന്നത്തെ ഗോവിന്ദൻ മാഷ് ഏത് മന്ത്രിക്ക് കിട്ടിയാലും പരിശോധിച്ച് സമർപ്പിക്കാൻ പറഞ്ഞു കൊടുക്കും. അതിനുശേഷമല്ലേ ചട്ടം ഭേദഗതി ചെയ്ത് നിയമസഭയിൽ വച്ച് ഗസറ്റിലൊക്കെ വന്നത്. മനോരമ, മാതൃഭൂമി തുടർച്ചയായിട്ട് ഇങ്ങനെ എഴുതല്ലേ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞ വാക്കിൽ നിന്ന് ഘടകവിരുദ്ധമായി പ്രവർത്തിച്ച് അഴിമതി നടത്തിയ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇതിനു മുൻപുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വാക്ക് നിക്കണ വാക്കല്ല, ഇരിക്കുമ്പോൾ വാക്ക് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം കുട്ടനാട് MLA പറയാണ് ഒരു അവധി കിട്ടുമെന്ന്. അവധി കിട്ടുന്ന കാര്യം ചോദിച്ചാൽ മറുപടി പരിശോധിച്ചിട്ട് പറയാം. പറഞ്ഞിട്ട് ഇരിക്കണതിനിടയിൽ ഇപ്പുറത്ത് നോക്കിയിട്ട് പറയാണ് ഒരു കാരണവശാലും അവധി കൊടുക്കില്ല. ഇത് ആ ചോദിച്ചാളോടുള്ള അവഹേളനമല്ല, നിയമസഭയോടുള്ള അപമാനമാണ്. നിയമസഭയെ അപമാനപ്പെടുത്തുകയാണ്. നിയമസഭയിൽ ഒരു ഉറപ്പ് കൊടുത്താൽ പരിശോധിച്ചിട്ട് പറയാം എന്ന് കൊടുത്താൽ 6 മാസത്തിനുള്ളിൽ പരിശോധിച്ചിട്ട് പറഞ്ഞിരിക്കണം. 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഉറപ്പ് അഷുറൻസ് പൂർത്തീകരിക്കുമില്ലെങ്കിൽ നിയമസഭയുടെ അഷുറൻസ് കമ്മിറ്റിക്ക് ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി കത്ത് കൊടുക്കണം. ഞാൻ കുറച്ചുകൂടി സമയം വേണം പരിശോധിക്കാൻ. പരിശോധിക്കാമെന്നുള്ള ഉറപ്പ്, നിയമസഭയ്ക്കകത്ത് പാലിക്കപ്പെടേണ്ട ഉറപ്പ് നിന്നിട്ട് പറയുന്ന ആൾ ഇരിക്കുമ്പോഴേക്കും വാക്കാണല്ലോ പ്രധാനമെന്ന് പറഞ്ഞയാൾ എത്രമാത്രം വേഗതയോടുകൂടി ഘടകവിരുദ്ധമായി കാട്ടത്വത്തിന്റെ ആ രൂപമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയില്ലേ? നിലപാടുകളുടെ രാജകുമാരനാണോ കാഭ്യത്തിന്റെ രാജാവാണോ? ഒറ്റയടിക്ക് ആർക്കെങ്കിലും പറ്റുമോ? പിന്നെ ഒരു ഗുണമുള്ളത് അടുത്തിരിക്കുന്ന ആൾ കൊള്ളാവുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമല്ല. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് പറഞ്ഞതാണ്. അപ്പൊ ഏത് അവധി കൊടുക്കില്ല എന്നാണ്? മുഹറത്തിന്റെ അവധി കൊടുക്കില്ല എന്ന് നിങ്ങളോട് പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. അവധി ഒരു കാരണവശാലും കൊടുക്കില്ല. അപ്പൊ ഏത് അവധിയെ കുറിച്ച് പറഞ്ഞ? പിന്നൊരു അവധി പോകുന്ന മുഹറത്തിന്റെ അവധിയാണ്. അത് കൊടുക്കില്ല എന്ന് പറഞ്ഞ? അങ്ങനെ അത് പറ. സ്വയം അവകാശനാകാനായിട്ട് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് നടത്താൻ നിൽക്കുന്ന കാര്യമാണ്. ജനങ്ങളുടെ മുമ്പിൽ നിൽക്കല്ലേ? നിയമസഭയെ ഒട്ടും തന്നെ പരിഗണിക്കുന്നില്ല, ജനാധിപത്യത്തെ പരിഗണിക്കുന്നില്ല. ഇപ്പോ നോക്കൂ, ഈ നികുതിയെ കുറിച്ച് അവസാനം പറഞ്ഞത് ഇതൊക്കെ പാസ്സായി കഴിഞ്ഞിട്ട് UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. UDF എന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്ക് മുകളിലാണോ? UDF എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലാണോ? നിങ്ങളൊരു ഫിനാൻസ് ബിൽ പാസ്സാക്കി കഴിഞ്ഞാൽ UDF അല്ല ഗവൺമെന്റിന് തന്നെ ഒരു നയം കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയില്ല. ഫിനാൻസ് ബില്ലിനകത്ത് പറഞ്ഞാൽ അതാണ് ഈ സംസ്ഥാനത്തിന്റെ നികുതിയുടെ ഘടന. ഇന്ന് ഒരു ചാനൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ എഴുതി വയ്ക്കാം, പ്രത്യേക അനുമതി പോയി വാങ്ങിക്കണം എല്ലായിടത്തും. ഇതാണ് നികുതി സബ്ജക്ട് ടു ദ അപ്രൂവൽ ഓഫ് ദ UDF എന്ന് എഴുതി വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഫിനാൻസ് ബില്ലിൽ വന്നാൽ കുഴപ്പമില്ല. ധനകാര്യ ബില്ല് എഴുതി വയ്ക്കാം UDFന്റെ അംഗീകാരത്തിന് വിധേയം.
പക്ഷെ അത് എഴുതി വെച്ചിട്ട് കേരള നിയമസഭയിലല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തും പാസ്സാക്കാൻ പറ്റില്ല. നിങ്ങളൊരു നികുതി നിശ്ചയിച്ചാൽ ആ നിശ്ചയിക്കുന്ന നികുതി ഈടാക്കുന്ന തീയതി വേണമെങ്കിൽ പറയാം. തീയതി പറയുന്നില്ലെങ്കിൽ എപ്പോഴാണ് ഗവർണർ ഫിനാൻസ് ബില്ലിനകത്ത് ഒപ്പുവെക്കുന്നത് ആ ദിവസം മുതൽ ആ നികുതി പ്രാബല്യത്തിൽ. നിങ്ങൾക്ക് ഈ നികുതി വേണമെങ്കിൽ ഓഗസ്റ്റ് മുതൽ എന്ന് പറയാം. പക്ഷെ യൂണിയന്റെ അംഗീകാരത്തിന് വിധേയമായി എന്ന് പറയാൻ ഈ രാജ്യത്തിൽ ഒരിടത്തും കഴിയില്ല. നിങ്ങൾ ആരെ കബളിപ്പിക്കുന്നു? ലക്ഷ്യം വളരെ ലളിതമാണ്. ഫിനാൻസ് ബിൽ പാസ്സാക്കി കഴിഞ്ഞാൽ നേരെ ആ കമ്പനിക്ക് കോടതി പോയാൽ അപ്പൊ കോടതി അനുവദിക്കും. ആ നികുതിക്ക് പിന്നെ വിൽക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ എന്തുകൊണ്ടാണ് നികുതി കൂട്ടാതിരുന്നത്, നികുതി കുറയ്ക്കാതിരുന്നത്? ഇപ്പൊ വീര്യം കുറഞ്ഞ നികുതി മദ്യം 100 രൂപയാണ് ഒരു ബോട്ടിലിന് വില എന്ന് കരുതുക. നികുതി 251%. അപ്പൊ 351 റുപ്യക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആളുകളുടെ വിൽപ്പന കുറയും. ഇപ്പോ 120, 220 റുപ്യക്ക് വിൽക്കാം. എത്ര ലാഭം കിട്ടും ഓരോന്നിലും കമ്പനിക്ക്? എത്ര പണം ഖജനാവിന് നഷ്ടമാകും? അങ്ങനെ വരുമ്പോ എത്രമാത്രം മദ്യം വ്യാപിപ്പിക്കാൻ കഴിയും? ഇപ്പൊ ഒരു മാസം തികയുന്നതിന് മുൻപ് ഇങ്ങനെ വലിയ രൂപത്തിൽ അഴിമതിയുടെ നേതൃത്വം നൽകാൻ എങ്ങനെ കഴിയുന്നു? നോക്കൂ, PM ശ്രീ എന്താ പറഞ്ഞിരുന്നത്? ഡീൽ. നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ ഈ ഡീല് ശരിയാണെന്ന് കരുതി വോട്ട് ചെയ്തെന്ന് അറിയാം നിങ്ങൾക്ക്? മതന്യൂനപക്ഷങ്ങൾക്കിടയിലും മതനിരപേക്ഷവാദികൾക്കിടയിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഉണ്ടായ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ആസൂത്രിതമായി നടത്തിയ പദ്ധതികളുടെ ഒരു ഭാഗം ഈ PMC ആയിരുന്നു. ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞു, RSSന്റെ അജണ്ടയ്ക്കാണ് ഈ ഗവൺമെന്റിന് താല്പര്യം. PM ശ്രീയാണ് അതിന്റെ ലിങ്ക്. ഇപ്പോ PMC അതിവേഗതയിൽ ചോദിച്ചപ്പോ പറയാണ്, ആദ്യം പറഞ്ഞു പണം വാങ്ങിച്ചു പോയി, എന്ത് ചെയ്യും? 1 രൂപ PMCക്ക് വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്തു, മാറ്റിവെച്ചു. SSA ഫണ്ട് ഉൾപ്പെടെ കിട്ടാതെ വന്നപ്പോൾ വകുപ്പ് ഒപ്പിട്ടു MOU. അത് തെറ്റെയ്യുമെന്ന് ഞങ്ങൾ കണ്ടെത്തി. മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിച്ചു ക്യാപ്റ്റൻ അബേൽസ്, ഒരു മന്ത്രിസഭ ഉപസമിതി ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുകയാണ്, മരവിപ്പിക്കുകയാണ്. നിങ്ങൾ അവിടെയെങ്കിലും നിൽക്കണ്ടേ? നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞതെന്താ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC വലിച്ചു കീറിയിട്ട് അറബിക്കടലിലിടുന്നു. ഈ പറഞ്ഞ ആളിപ്പോ മോഡിയുടെ പടം നെഞ്ചത്ത് ചേർത്ത് വെച്ചിട്ട് എല്ലാ വീട്ടിലും പതിപ്പിക്കാൻ നടക്കാണ്. ഇന്നത്തെ PMC അറബിക്കടലിലേക്ക് എറിയുമെന്ന് പറഞ്ഞ ആളുകൾ ആ PMC വേഗതയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ പറഞ്ഞിടത്തെങ്കിൽ നിങ്ങൾ നിൽക്കണ്ടേ? ഞങ്ങൾ സ്കൂളുകൾ തെരഞ്ഞെടുക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ 1 രൂപ വില വാങ്ങിയില്ല. ഞങ്ങൾ മറ്റു നടപടികളിലേക്ക് പോയില്ല. ഇത് MOU ഒപ്പുവെച്ച് ശരി, തെറ്റിപ്പോയി, അതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തിടത്തെങ്കിലും എടുക്കുമെന്ന് പറയണ്ടേ? അതിനു പകരം നേരെ ഏറ്റവും ശക്തമായി PMC നടപ്പിലാക്കാൻ പോകുന്നു. അന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷമാണ് MOU ഒപ്പുവെച്ച് PMCക്ക്. അപ്പൊ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് പോയി മോഡിയെയും അമിത്ഷായെയും കണ്ട് തിരിച്ചു വന്നപ്പോ അതിവേഗതയിൽ ഇത് നടപ്പിലാക്കുന്നതിന്റെ വ്യക്തമായി മാറിയതെങ്ങനെ? നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഈ നാട്ടിലെ ജനങ്ങളെ ഇത്രമാത്രം പറഞ്ഞു പറ്റിച്ച് ഘടകവിരുദ്ധമായ നിലപാടിലേക്ക് എത്തുമോ? അതിന്റെ തുടർച്ചയിൽ ഇന്നിപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞേക്കാണ്, PMAY പദ്ധതിയിൽ വീട് വയ്ക്കുമ്പോ മോഡിയുടെ പണം വെച്ചപ്പോ എന്താ കുഴപ്പം? അതിനെന്താ കുഴപ്പം? ഞങ്ങൾ ലക്ഷക്കണക്കിന് വീടുകൾ കേരളത്തിലെ ഗവൺമെന്റ് ലൈഫ് പദ്ധതി നൽകിയില്ലേ? ഇരിക്കട്ടെ പിണറായിയുടെ ഒരു പണം എന്ന് പറഞ്ഞോ? ഇരിക്കട്ടെ ഗവൺമെന്റ് ലോഗോ എന്ന് പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞത് അവരുടെ അവകാശമാണ്. പല കാരണങ്ങളാൽ സ്വന്തമായി വീടില്ലാത്ത കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട്ടിൽ ജീവിക്കാൻ കഴിയുന്ന അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. ഈ വീടൊക്കെ കിട്ടി കൂടെ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളൊക്കെ വരുമ്പോ ഇരിക്കണം പണം. ഇത് ഔദാര്യം കിട്ടിയതാണ്. ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, ആത്മാഭിമാനത്തിന് കോട്ടം പറ്റുന്ന ഒരു ചിത്രവും വയ്ക്കില്ല. ഇപ്പോ മുസ്ലിം ലീഗിന്റെ നേതാവ് മോഡിയുടെ പടം കൊണ്ട് നടക്കുക.
കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പറഞ്ഞു 30 സീറ്റ് കിട്ടി ഞങ്ങൾ ഭരിക്കുന്നു. എന്തിനാ 33 കിട്ടിയിട്ട് അതിനേക്കാളും BJP ഭരണമല്ലേ ഇപ്പൊ കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിൽ ലീഗുമായി ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ നാടിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിൽ നിങ്ങൾ തകർക്കുകയല്ലേ? മറ്റ് നിരവധി കാര്യങ്ങൾ അവരേക്കെല്ലാം പോകുന്നില്ല. അപ്പൊ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് തുറന്നു കാട്ടപ്പെട്ടു. ഇപ്പോ ഈ പ്രചാരവേദകളിൽ കുടുങ്ങി നിലപാട് സ്വീകരിച്ച ആളുകൾ രാത്രി തിരക്കയിൽ അങ്ങോട്ട് കിട്ടും കിടന്ന് മറയാണ്, തിരിഞ്ഞു മറിഞ്ഞു പറ്റിപ്പോയല്ലോ എന്നോർത്ത്. ഇനിയുള്ള കാലം നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനം ഏർപ്പെടുകയുള്ളതാണ്. എല്ലാ വീടുകളിലേക്കും എല്ലാ മനുഷ്യരിലേക്കും ഈ യാഥാർത്ഥ്യം എത്തിക്കണം. മാധ്യമങ്ങൾ തുടർച്ചയായി നുണപ്രചാര വേലകൾ നിർമ്മിത കഥകൾ വഴി ഇനിയും അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്ന അവരുടെ ഒരു ലക്ഷ്യമാണ്. ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നിലയിൽ നമ്മൾ ഒന്നിച്ച് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി തിരുത്തി ജനവിശ്വാസം വീണ്ടെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റ് എത്രമാത്രം ജനവിരുദ്ധം, എത്രമാത്രം വർഗീയ താല്പര്യങ്ങളുടെ ഉപകരണമായി മാറുന്നു എന്നത് ഓരോ വീട്ടിലേക്കും എത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ യുവജന പ്രസ്ഥാനം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ യോഗം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.